ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രൊഫ്സ്കെയിൽ ലേണിംഗ് ആപ്പ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ LP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. മിക്കവാറും എല്ലാ ജില്ലയിലും ഇൻ്റർവ്യൂകൾ നടക്കുകയാണ്. പല ജില്ലകളിലെ ഇൻ്റർവ്യൂകൾ പല വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ വെച്ച് PSCയുടെ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും 1-2 ആഴ്ചക്കുള്ളിൽ ആ ഇൻ്റർവ്യൂ അവസാനിക്കും. LP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിന് ശേഷം അവർ ലിസ്റ്റ് മിക്കവാറും ഒരു ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ LP സ്കൂൾ ടീച്ചേഴ്സ് ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ UP സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മിക്കവാറും അതിൻ്റെ ഡേറ്റ് ഏകദേശം ആയിട്ടില്ല. മിക്കവാറും ഒരു മെയ് ജൂൺ മാസങ്ങളിൽ കേരളത്തിലെ വിവിധ PSC ഓഫീസിൻ്റെ ജില്ലാ ആസ്ഥാനങ്ങളിൽ വെച്ച് നടത്തപ്പെടും. നിങ്ങൾക്കറിയാം, UP സ്കൂൾ LP സ്കൂൾ ഇൻ്റർവ്യൂവിന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് 20 മാർക്സാണ്. ഇൻ്റർവ്യൂ ഭയപ്പെടേണ്ട പരീക്ഷയൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ട ഒരു പരീക്ഷയാണ്. ഇൻ്റർവ്യൂ അല്ലാതെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാ പറയുക, പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. നിങ്ങൾ ഈ ജോലിക്ക് പ്രാപ്തരാണോ എന്ന് നോക്കുന്നത്. കാരണം നിങ്ങളെ IQ ടെസ്റ്റ്, നിങ്ങളെ അറിവ് PSC റിട്ടൺ ടെസ്റ്റിലൂടെ പരിശോധിച്ച് കഴിഞ്ഞു. അതിൽ മാക്സിമം മാർക്ക് നേടിയ ആളുകളെയാണ് ഇപ്പോൾ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പഴയ കാലം പോലെയല്ല ഇപ്പോൾ. PSC ജംബോ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നില്ല, ചെറിയ ലിസ്റ്റുകൾ ഉണ്ടാക്കി മാക്സിമം ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നതാണ് PSCയുടെ പുതിയ നയം. കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കുക. അപ്പോൾ അതിനനുസൃതമായ ഒരു ലിസ്റ്റാണ് PSC ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ, LP സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂവിൽ മാക്സിമം മാർക്ക് വാങ്ങുക എന്നായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിനെന്തൊക്കെയാണ് നാം സ്വീകരിച്ചിരിക്കേണ്ട നടപടിക്രമങ്ങൾ, എന്തൊക്കെ തന്ത്രങ്ങൾ നമുക്ക് ആവശ്യമാകുന്നു, ഇതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അവിടെ പരിശോധിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ഈ ജോലിക്ക് കൊള്ളാവുന്ന ആളാണോ, വെദർ യു ആർ ഫിറ്റ് ഫോർ ദ പോസ്റ്റ്. ഈ പോസ്റ്റിന് നിങ്ങൾ എന്തുമാത്രം സ്യൂട്ടബിളാണ്, സ്യൂട്ടബിലിറ്റി, നിങ്ങൾക്ക് യോഗ്യത ഉണ്ട്, എന്നാൽ ഈ ജോലിക്ക് നിങ്ങൾ അത് ക്യാരി ഔട്ട് ചെയ്യാൻ, നിർവഹിക്കാൻ നിങ്ങൾ എന്തുമാത്രം പ്രാപ്തരാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഇൻ്റർവ്യൂവിന് പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റർവ്യൂ നോക്കുക? ആദ്യമായും പറഞ്ഞു, ഇൻ്റർവ്യൂ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി, സമചിത്തതയോടുകൂടി നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ ആദ്യമായി എന്താണ് ഇൻ്റർവ്യൂ നോക്കാം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ്റർവ്യൂ പോകുന്നതിന് മുമ്പ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ബയോഡാറ്റ ഫോം ഉണ്ടായിരിക്കും. ബയോഡാറ്റ അല്ലെങ്കിൽ കരിക്കുലം വിറ്റെ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ, നിങ്ങളെ ബയോഡാറ്റ, നിങ്ങളെ കരിക്കുലം വിറ്റെ അല്ലെങ്കിൽ റെസ്യൂമേ എന്ന് പറയും. വേറെ വാക്കാണ് റെസ്യൂമേ, RESUME, റെസ്യൂമേ, അല്ലെങ്കിൽ CV, കരിക്കുലം വിറ്റെ. അതാണ് നമ്മൾ ടിപ്പിക്കൽ ഇന്ത്യൻ യൂസേജാണ് ബയോഡാറ്റ. അതായത് ബയോഡാറ്റ ഫോം എന്ന് പറഞ്ഞാൽ 28 ഫോമാണ്, 28 C ഉണ്ട്. ആ ഫോം നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ PSCയുടെ ഈ വെബ്സൈറ്റിൽ ഈ ബയോഡാറ്റയുടെ ഫോം നിങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കണം. അതിന് യാതൊരു മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അല്പം, അതായത് അക്ഷരപ്പിശകില്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ, വളരെ വ്യക്തമായി, വളരെ വസ്തുനിഷ്ഠമായി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംക്ഷിപ്തമായി എഴുതണം. അതിന് ഓരോ കോളംസ് ഉണ്ട്. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേര് വൃത്തിയായി എഴുതണം, അഡ്രസ്സ്, പിന്നെ പിൻ കോഡ് വേണം, അതുപോലെ തന്നെ ജില്ല കൃത്യമായി സൂചിപ്പിക്കണം. അങ്ങനെ കമ്മ്യൂണിറ്റി അഡ്രസ്സ് എഴുതണം. പിന്നെ ക്വാളിഫിക്കേഷൻസ്,
അത് നിങ്ങൾ 10ാം ക്ലാസ് മുതൽക്ക് +2 DLED അല്ലെങ്കിൽ TTC ആണെങ്കിൽ അത്, ഡിഗ്രി ഉണ്ടെങ്കിൽ അത്, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ അത്, മറ്റെന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ അത് ഓരോന്നും കൃത്യമായി അത് ആരാണോ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് അല്ലെങ്കിൽ ഗ്രേഡ് അത് അവാർഡ് ചെയ്ത ബോർഡാണോ അല്ലെ യൂണിവേഴ്സിറ്റി ആണോ മറ്റ് സ്ഥാപനങ്ങളാണോ എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. അപ്പോൾ ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. പിന്നെ അതിൽ നിങ്ങളെ ഹോബീസ് ഉണ്ടാവും, നിങ്ങളെ വിശ്രമവേളയിലെ വിനോദ പ്രവൃത്തികൾ, ഹോബീസ്, നിങ്ങൾ ഒഴിവ് സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. വായനയാണെങ്കിൽ വായന, അല്ലെങ്കിൽ ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ്, അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് ഓരോ ലിസണിങ് ടു മ്യൂസിക് ഉണ്ടാവും, അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്ക്സ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പല വ്യത്യസ്തമായ ഹോബികൾ. അത് വ്യക്തിനിഷ്ഠമാണ്, അത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതായത് ഓരോ വ്യക്തിക്കും ഓരോതായ രീതികളുണ്ടാവും. അത് കൃത്യമായി എഴുതണം, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും നിങ്ങൾക്ക് വേണം. പിന്നെ അതിൽ ധാരാളം കോളങ്ങളുണ്ട്. അതിൽ നിങ്ങളെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ, ഈ കോളംസ് ഉണ്ട്. അത് കോളങ്ങൾ ശരിയായി വായിച്ചു നോക്കി കൃത്യമായി ഉത്തരവിടുക. പിന്നെ അതിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഉണ്ട്. നിങ്ങളെ പേഴ്സണാലിറ്റി അളക്കുന്ന ഒരു പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനുള്ളൊരു സാധനമാണിത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളെ സ്ട്രെങ്ത്, നിങ്ങൾക്കുണ്ടാവുന്ന ശക്തി എന്താണ്, നിങ്ങളെ ന്യൂനതകൾ, വീക്ക്നെസ് എന്താണ്. ഇപ്പോൾ SWOT അനാലിസിസ് എന്ന് പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ്. അതാണ് പേഴ്സണാലിറ്റി മെഷറാണിത്. അതിൽ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങൾക്ക് എന്തുമാത്രം ശക്തി, നിങ്ങൾ എന്തിലാണ് വളരെയധികം കാര്യക്ഷമമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ അനുസരിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി, അതായത് ഈ ജോലിക്ക് പറ്റാത്ത വീക്ക്നെസ് എഴുതണം. ഈ ജോലി നിങ്ങൾ ഒരു ടീച്ചറാകാൻ പോവുകയാണ്, ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് നല്ലോണം, നിങ്ങൾ വിദ്യാർത്ഥികളെ നയിക്കേണ്ട ആളുകളാണ്, ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ആളുകളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കറിയാം കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് പോലെ ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീയിങ് ഷേപ്ഡ് ഇൻ ദ ഫോർ വാൾസ് ഓഫ് ദ ക്ലാസ് റൂം എന്ന് പറഞ്ഞത്. ക്ലാസ് റൂമിലാണ് ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ, ഒരു കുട്ടിയുടെ റോൾ മോഡലാകേണ്ട അധ്യാപകനാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീക്ക്നെസ്സുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നിങ്ങൾ പൂരിപ്പിക്കുകയും ആ ബയോഡാറ്റ ഫോം വളരെ കൃത്യമായി ഫിൽ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ബയോഡാറ്റ എങ്ങനെ ഫിൽ ചെയ്യാം, ബയോഡാറ്റയിൽ എന്തൊക്കെയാണ്, ഞങ്ങൾ പ്രത്യേകം ക്ലാസ് തരുന്നതായിരിക്കും. ഹൗ ടു ഫിൽ, ഓരോ കോളംസും എങ്ങനെ ഫിൽ ചെയ്യണം. ആ കോളംസ് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് സിൻസിയർ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സത്യസന്ധമായി ഓണസ്റ്റായിട്ട് പറയണം. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങൾ വളരെ ഫ്രാങ്ക് ആയിരിക്കണം, അതായത് വളരെ ഓണസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഓണസ്റ്റ് ആയി നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഇൻ്റർവ്യൂവിലെ മെമ്പേഴ്സിന് അതൊരു മതിപ്പുണ്ടാക്കും. അതുകൊണ്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഹൗ ടു ഫിൽ ബയോഡാറ്റ ഫോമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർവ്യൂ ബോർഡാണ്. കാരണം കേരളത്തിലെ LPST UPST പരീക്ഷകൾക്കാണ്, അല്ലെങ്കിൽ HSA HSST, അതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ ലെക്ചറർ, ഈ പരീക്ഷകൾക്ക് വന്ന ഇൻ്റർവ്യൂ ഉണ്ടാവും. KS, ഇതിനൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ഉള്ള ചില പരീക്ഷകളുണ്ട്, ചില സാങ്കേതിക പോസ്റ്റുകൾ. ഇപ്പോൾ LPST UPST പരീക്ഷകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. 20 മാർക്കാണ് ഇൻ്റർവ്യൂ. അതിൽ മാക്സിമം നിങ്ങൾക്ക് 14 മാർക്ക് വരെ PSC നൽകാറുണ്ട്, മാക്സിമം. ഈ ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു മെമ്പർ ഉണ്ടായിരിക്കും. അദ്ദേഹമായിരിക്കും ഈ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ. ഓർമ്മിക്കണം, PSC മെമ്പർ ആയിരിക്കും ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർമാൻ. PSC മെമ്പർ എന്ന് പറഞ്ഞാൽ വലിയ പോസ്റ്റാണ്. പ്രഗത്ഭരായ വ്യക്തികളെയാണ് PSC മെമ്പർമാരായി പോസ്റ്റ് ചെയ്യുന്നത്. ആ PSC മെമ്പർ ബോർഡിൻ്റെ ചെയർമാൻ ആയിരിക്കും. ഈ ബോർഡ് ചെയർമാനെ കൂടാതെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ഉണ്ടായിരിക്കും.
മിക്കവാറും സബ്ജക്ട് എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സ്കൂളുകളിൽ അല്ലെങ്കിൽ ട്രെയിനിങ് കോളേജുകളിൽ അല്ലെങ്കിൽ സീനിയറായ അധ്യാപകർ, ഈ രംഗത്ത് വളരെയധികം പാരമ്പര്യമുള്ള പരിചയമുള്ള സീനിയർ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ട്രെയിനിങ് സ്കൂളുകളിലെ അധ്യാപകർ, അതായത് BEd സെൻറ്ററുകളിൽ അതുപോലെ DLED സെൻറ്ററുകളിൽ പഠിപ്പിക്കുന്ന ആളായിരിക്കും സബ്ജക്ട് എക്സ്പേർട്ട്. അതായത് LPST UPST ആകുമ്പോൾ ധാരാളം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കണം. അതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന ജനറൽ എഡ്യൂക്കേഷൻ, ജനറൽ ആയി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരിക്കും സബ്ജക്ട് എക്സ്പേർട്ട്. പിന്നെ ഇൻ്റർവ്യൂ ബോർഡിൽ 4 മെമ്പർ വരെ ആവാം. അതായത് 4 മെമ്പേഴ്സാണ് സാധാരണ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവുക. ചിലപ്പോൾ അത് 3 ആയിരിക്കാം. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരിക്കും. മിക്കവാറും അത് AEO ലെവലുള്ള ഒന്നുകിൽ DO അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ, ഈ മുതലായ തസ്തികകളിലുള്ള ആളുകൾ ആയിരിക്കും ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രതികരിക്കുന്ന ആളുകൾ. കൂടാതെ നിങ്ങളെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേഴ്സണാലിറ്റി, നിങ്ങളെ മാനേഴ്സ്, നിങ്ങളെ മറ്റ് ചില സവിശേഷതകൾ അളക്കാനുള്ള വേറൊരു വ്യക്തി ഉണ്ടായിരിക്കും. അത് മേ ബി ഡെപ്യൂട്ടി സെക്രട്ടറി PSCയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാവാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ, ഈ ബോർഡ് തീരുമാനിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് അവർ ക്ഷണിക്കും. ഏതായാലും 4 പേര് അല്ലെങ്കിൽ 3 പേര്, 3-4 പേരായിരിക്കും ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ടായിരിക്കുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഇൻ്റർവ്യൂ ബോർഡ്. സ്വാഭാവികമായെങ്കിലും ആദ്യമായി ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങൾ ഹൗ ടു ഫേസ് ദ ഇൻ്റർവ്യൂ ബോർഡ് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങൾ ബയോഡാറ്റ ചെയ്തു, ഇൻ്റർവ്യൂ ബോർഡ് പറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഹൗ ടു ഫേസ് ദ ഇൻ്റർവ്യൂ ബോർഡ്. ഇൻ്റർവ്യൂ ബോർഡിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നാണ്. ഓർമ്മിക്കണം, ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയും. നിങ്ങൾക്കറിയാം, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻ്റർവ്യൂ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ ആളുകളെ അവർക്ക് ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ സാധാരണ ദൃശ്യമാധ്യമങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ കോമ്പറ്റീവ് സക്സസ് റിവ്യൂ, CSR എന്നൊരു മാസികയുണ്ട്, കോമ്പറ്റീവ് സക്സസ് റിവ്യൂ. അതിൻ്റെ ഫ്രണ്ട് പേജിൽ 1ാം റാങ്ക് 1, 2, 3 റാങ്ക് കിട്ടിയ ആളുകളെ ഫോട്ടോവും അവരോട് ഇൻ്റർവ്യൂ ബോർഡ് ചോദ്യങ്ങളും അവർ പറഞ്ഞ ഉത്തരങ്ങളും ഉണ്ടായിരിക്കും. അതൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു മാനർ മനസ്സിലാക്കാനാണ്. ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ അവിടെ ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട്. ബാങ്ക് പ്രൊബേഷൻ ഓഫീസർ, ബാങ്ക് ക്ലാർക്ക്, ഈ മുതലായ പോസ്റ്റുകൾക്കൊക്കെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇൻ്റർവ്യൂ ബോർഡ്, നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കടന്നു വരികയാണ്. ചെയർമാൻ നിങ്ങളോട് ഇൻ്റർവ്യൂ ബോർഡ്, ഈ ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങൾ എങ്ങനെ കാണണം? നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ചില മാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ഒരു ഡീസൻറ്റ് എക്സിക്യൂട്ടീവ് സ്റ്റൈലായിരിക്കണം. നിങ്ങൾ നടത്തത്തിനൊക്കെ തന്നെ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ വന്നിരുന്നു. അവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രീറ്റ് ചെയ്യണം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഗുഡ് മോർണിംഗ്, അതുപോലെ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. ബി സീറ്റഡ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ താങ്ക് യു സർ എന്ന് അവിടെ ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ടാവുന്നതൊക്കെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ബോർഡിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നിങ്ങൾ തരും. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ അവിടെ ഇരിക്കുന്നു, ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇരിക്കുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഐ കോണ്ടാക്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വളരെ കണ്ടാൽ നിങ്ങൾ പ്ലസൻ്റ് ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കണം, ഇൻ്റർവ്യൂ ബോർഡിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ യു മസ്റ്റ് ബി ചിയർഫുൾ, യു മസ്റ്റ് ബി കോൺഫിഡൻറ്റ്, യു മസ്റ്റ് ബി വെരി വെരി ചിയർഫുൾ. വളരെ ചിയർഫുൾ ആയിരിക്കണം, പ്ലസൻ്റ് ആയിരിക്കണം, വളരെ പ്ലസൻ്റ് ആയിരിക്കണം. നിങ്ങൾ ഗ്ലൂമി ആയിരിക്കാൻ പാടില്ല, ഡിപ്രസ്ഡ് ആവാൻ പാടില്ല, ഡിസപ്പോയിൻമെൻ്റ് അല്പം പോലും കാണിക്കരുത്. വളരെ വിത്ത് എ സ്മൈൽ, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ഈ ലോകം മുഴുവൻ എനിക്കൊരു ചെറു പുഞ്ചിരി കൊണ്ട് കിടക്കാൻ കഴിയുമെന്നുള്ള ധാരണയിൽ അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കും നിങ്ങൾ. അല്പം പോലും ടെൻഷൻ നിങ്ങൾ കാണിക്കാതെ. ഓർമ്മിക്കണം, ടെൻഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണ് ഈ ഇൻ്റർവ്യൂ. അപ്പോൾ ടെൻസ്ഡ് ആവാൻ പാടില്ല. ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവരുത്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒരു ഉന്നതമായ പരീക്ഷ,
ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ എഴുതി അവർക്ക് മിനിമം മാർക്ക് കിട്ടാതെ പോയ ഒരു പരീക്ഷ പാസ്സായ കഴിവുള്ള വളരെ കാര്യങ്ങൾ വളരെ പഠിച്ച ബോധമുള്ള ഒരു അധ്യാപകനാൻ പോകുന്ന ആളാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. വേണം. അവിടെ ഇരിക്കും നിങ്ങളവിടെ. അപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ കോൺഫിഡൻസ് അതിൽ വേണം. വളരെ പ്ലസൻ്റ് ആയിരിക്കണം, വിത്ത് എ സ്മൈൽ. അതാണ് ടു ഫേസ് ദി ഇൻ്റർവ്യൂ ബോർഡ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ ക്ലാസ്സുകളുണ്ടാവും. പിന്നെ ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ നിങ്ങളോട് പറയും ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 10 to 12 മിനിറ്റ്സാണ് ഉണ്ടാകുക. 10-12 മാക്സിമം പോയാൽ 15 മിനിറ്റ്. ഈ 10-12 മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾ ഒരു കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകനാവാൻ ഏറ്റവും യോഗ്യനാണ് എന്ന് നിങ്ങൾ അവരുടെ മുമ്പിൽ ഈ 12 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള പെർഫോമൻസാണ് വേണ്ടത്. ഓർമ്മിക്കണം, പെർഫോമൻസ്. ആ പെർഫോമൻസ് എന്തായിരിക്കണം? അതിഗംഭീരമായിരിക്കണം. അപ്പോൾ നിങ്ങളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ പേര് ഐ ആം രാജേഷ്, മൈ സെൽഫ് ഈസ് രാജേഷ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് തെറ്റായ പ്രയോഗമാണ്. ഐ ആം രാജേഷ്, ഐ ആം സലീം, ഐ ആം ജോസഫ് എന്ന് പറയണം. അല്ലെ മൈ നെയിം ഈസ് ജോസഫ്. എന്നിട്ട് എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടെ നിങ്ങളെ പ്രദേശത്തെക്കുറിച്ച് പറയണം. നിങ്ങൾ എവിടെയാണ്? ഞാൻ ഐ ബിലോങ് ടു കാലിക്കറ്റ്, ഐ ബിലോങ് ടു തൃശ്ശൂർ. അതുപോലെ കാര്യങ്ങൾ എഡ്യൂക്കേഷൻ പറയണം. നിങ്ങളെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറയുക. പിന്നെ നിങ്ങളെ ഫാമിലി, ചുരുങ്ങിയ വാക്കുകളിൽ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക. പിന്നെ ഹോബീസ് എന്നതാണ്. പിന്നെ നിങ്ങളുടെ അംബിഷൻ എന്താണെങ്കിൽ അതുകൂടി പറയുക. റൈറ്റ്? ഇത് വളരെ ചെറുതായി നിങ്ങൾ എഴുതി പഠിക്കണം. ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി വെരി ബ്രീഫ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് മസ്റ്റ് ബി ഇംപ്രസീവ് ആയിരിക്കണം. വളരെ ഇംപ്രസീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയണം? നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താൻ കഴിയണം. ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ഇതെന്താണ് ഇൻ്റർവ്യൂ ബോർഡ് ചെയർമാൻ നിങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ ബോർഡിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികം ഓർമ്മിക്കുക, നിങ്ങളെ ബയോഡാറ്റ അയാളെ മുമ്പിലുണ്ടാവും. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ അയാൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയർമാൻ വിൽ ബി ആസ്കിങ് മെനി ക്വസ്റ്റ്യൻസ് ചെയ്യൂ. അപ്പോൾ ഓർമ്മിക്കുക, അതൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വ്യക്തിപരമായ ചോദ്യങ്ങൾ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിക്കുമ്പോൾ നിങ്ങളെ പ്രദേശം, നിങ്ങളുടെ ലൊക്കാലിറ്റി ആൻഡ് ലോക്കൽ ഹിസ്റ്ററി. നിങ്ങൾ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ കാളികാവിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ചരിത്രം, ഹിസ്റ്ററി, സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം, അവിടുത്തെ ലാൻഡ്മാർക്സ്, നിങ്ങളുടെ പ്രദേശത്തിലെ ലാൻഡ്മാർക്സ് എന്തുണ്ട് അത്. ആറന്മുളയിൽ നിന്ന് വരികയാണെങ്കിൽ ആറന്മുള കണ്ണാടിയെക്കുറിച്ച് അറിയണം. രാമശ്ശേരിക്കാരാണെങ്കിൽ രാമശ്ശേരി ഇഡ്ഡലിയെക്കുറിച്ച് അറിയണം. പയ്യന്നൂരാണെങ്കിൽ പയ്യന്നൂർ പവിത്രമോതിരം എന്താണെന്ന് അറിയണം. ലോക്കൽ ഹിസ്റ്ററി, അതായത് നാടൻ ചരിത്രം. സിവിൽ സർവീസിന് പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത്തരം ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നാടിൻ്റെ ചരിത്രം, നാടിൻ്റെ സവിശേഷതകൾ, അവിടുത്തെ പ്രത്യേകതകൾ, ഇത് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയണം. അതാണ് നിങ്ങളോട്. അപ്പോൾ അത് നിങ്ങളൊരു പ്രദേശത്ത് വരുന്നതാണെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ മുനിസിപ്പാലിറ്റി, നിങ്ങളുടെ താലൂക്ക്, നിങ്ങളുടെ ജില്ല, അവിടുത്തെ സവിശേഷതകൾ, അവിടുത്തെ ക്ഷേത്രങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം. ഇല്ലേ? ചരിത്രം കൃത്യമായി അറിയണം. അതാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിലാണ് ചോദിക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹോബി ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ച ഒരാളാണെന്നിരിക്കുക. അപ്പോൾ ഡിഗ്രി പഠിച്ച ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു, പിന്നെ കുട്ടി മലയാളമാണ് പഠിച്ചത്. അപ്പോൾ ചോദിക്കും, കെമിസ്ട്രി പഠിച്ച ആൾ എന്തുകൊണ്ടാണ് മലയാളം പഠിക്കുന്നത് ഇഷ്ടപ്പെട്ടത്? BSc കെമിസ്ട്രി പഠിച്ചു, MA മലയാളം പഠിച്ച ഒരാളാണ്. LP സ്കൂൾ ഇൻ്റർവ്യൂ വന്നതാണ്, TTC കഴിഞ്ഞു. അതിനുശേഷം അയാൾ ഡിഗ്രിക്ക് ചേർന്നു, കെമിസ്ട്രി BSc പാസ്സായി, പിന്നെ PG പഠിച്ചത് മലയാളമാണ്. അപ്പോൾ സ്വാഭാവിക ചോദ്യം വരും,
കെമിസ്ട്രി ഐച്ഛിക വിഷയമായി ഡിഗ്രി പഠിച്ച ആൾ എന്തുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്? അത് നിങ്ങളായ കാരണം ഉണ്ടാവും. മലയാള സാഹിത്യം ഇഷ്ടമുണ്ടാവും നിങ്ങൾക്ക്, അല്ലെ മലയാള സാഹിത്യത്തോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും, അല്ലെ മലയാള സാഹിത്യം പഠിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സാധ്യത കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ പറയണം. നിങ്ങളോട് ചോദ്യങ്ങൾക്ക് ക്ലിയർ കട്ട് ആൻസേഴ്സ് ഉണ്ടാകില്ല. ഉത്തരങ്ങൾ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യണം. അതാണ് നോക്കേണ്ടത്. ഉത്തരം നിങ്ങളതാണ്, വസ്തുനിഷ്ഠ അതായത് വ്യക്തിനിഷ്ഠമാണ് ഉത്തരങ്ങൾ. ആ ഉത്തരങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. ആ വ്യക്തതയോടുകൂടി ഉത്തരങ്ങൾ പറയാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ഇൻ്റർവ്യൂ നോക്കുന്നത്. ആ വ്യക്തമായ ഉത്തരം പറയുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലോക്കൽ ഹിസ്റ്ററി ചോദിക്കും. അതായത് അതുപോലെ തന്നെ നിങ്ങളൊരു ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ഉദ്യോഗസ്ഥരുണ്ടാവും. അയാൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങൾ, അല്ലേ, ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ക്ലാസ് റൂമിലെ മാനേജ്മെൻറ്റ്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ, കേരളത്തിൽ എത്ര ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എയ്ഡഡ് മേഖല എന്താണ്, അൺഎയ്ഡഡ് മേഖല എന്താണ്, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ഉദാഹരണത്തിന് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയണം, കസ്തൂരി രംഗൻ റിപ്പോർട്ട്, നിങ്ങൾക്ക് നാഷണൽ വിദ്യാഭ്യാസ കസ്തൂരി രംഗൻ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ സബ്ജക്റ്റ് എക്സ്പേർട്ടാണ്. സബ്ജക്റ്റ് എക്സ്പേർട്ട് നിങ്ങൾ ഏതൊക്കെ വിഷയമാണോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ചില ഭാഗങ്ങൾ ചോദിക്കാം. എന്ന് പറഞ്ഞാൽ വലിയ സീരിയസ് ആയി പഠിക്കുകയൊന്നും വേണ്ട, അത്യാവശ്യം ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ട, ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അല്ലെങ്കിൽ ചേഷ്ടാവ് ബിഹേവിയർ സൈക്കോളജി, ഇതുപോലുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഏകദേശം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്തരം വിഷയമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1, 3, 5, 7, 9 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം മാറി. 2, 4, 6, 8, 10 ഇനി മാറാൻ പോവുകയാണ് ഈ വർഷം മുതൽ. അപ്പോൾ മാറിയത് പാഠപുസ്തകങ്ങൾ, ആ പാഠപുസ്തകങ്ങളെക്കുറിച്ച് ഒരു കേവല ധാരണ നിങ്ങൾക്ക് വേണം. UP സ്കൂൾ പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ 5, 6, 7 ക്ലാസ്സിലെ പുസ്തകങ്ങൾ നിങ്ങൾ ആദ്യം കളക്ട് ചെയ്യണം. എന്നിട്ട് പുസ്തകങ്ങളെ പാഠഭാഗങ്ങളൊന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. ചില സമയം മോഡൽ ടീച്ചിങ് പറയും. ഇത് പറയാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ നിങ്ങളോട് പറയാം ഒരു പാഠഭാഗം ഒരു ക്ലാസ്സിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല, ചിലപ്പോൾ ചോദിക്കാം. അല്ല, എങ്ങനെയാണ് കഴിഞ്ഞ പാലക്കാട് ജില്ലയ്ക്ക് LPST പരീക്ഷയ്ക്ക് ചില കാര്യങ്ങൾ ഞങ്ങളൊരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഇന്ന് എങ്ങനെയാണ് പഠിപ്പിക്കുക, സങ്കലനം എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക. ഒരു കുട്ടിയോട് ചോദിച്ചു രാസമാറ്റം എന്താണ്, കെമിസ്ട്രി പഠിച്ചൊരു കുട്ടിയോട് ചോദിച്ചു, രാസമാറ്റത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഭൗതിക മാറ്റങ്ങളും രാസമാറ്റങ്ങളും വ്യത്യാസം എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. അതോടൊപ്പം തന്നെ മോഡൽസ് ഓഫ് ടീച്ചിങ്, ഒരു പാഠഭാഗം എങ്ങനെയാണ് പഠിപ്പിക്കുക. അത് നിങ്ങളറിയാം, ഒരു ക്ലാസ് റൂമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ലേണർ സെൻറ്റേർഡായ കാര്യങ്ങൾ, അതായത് കുട്ടിയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ക്ലാസ് എടുക്കണം. അത് 1, 2, 3 വാക്കുകൾ വാക്യം പറയുമ്പോൾ തന്നെ അവർ പറയും ശരി ശരി നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ചെറിയ പാഠത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു പോകണം. അത് ഒരു ലെസൺ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതൊരു ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എല്ലാം ഒരുങ്ങി വേണം പോകാൻ. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശത്രുവിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് ധാരണ നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള പടച്ചട്ടകൾ നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ വരും. അപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിപ്പോൾ ഒരു പാഠഭാഗം പഠിപ്പിക്കാൻ എങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ 8, 5, 6, 7 ക്ലാസ്സുകളിലെ ഏതെങ്കിലും ഒരു ലെസൺ നിങ്ങൾ പഠിച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സജ്ജമാക്കണം. അതാണ് വേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് എഡ്യൂക്കേഷൻ പോളിസീസ്, അതാണ് നോക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൽ ഇപ്പം പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട്. പിന്നെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്,
വിദ്യാഭ്യാസ നയങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കേവലത, കേരളത്തിലെ വിദ്യാഭ്യാസ നയങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. ഇതൊക്കെ ചോദിക്കാം എന്നാ പറയാൻ പറ്റും കേട്ടോ. കാരണം ഇൻ്റർവ്യൂ ബോർഡിൽ ആളുകൾക്ക് ആ സമയം തോന്നുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക. കേട്ടില്ലേ? അതിപ്പോൾ ചില ആളുകൾ ചില ചോദ്യം ചോദിക്കും. ഇപ്പോൾ ഒരു ചോദ്യം ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതെനിക്ക് പരിചയമില്ല, എനിക്കറിയില്ല എന്ന് മാത്രം പറയുക. അതുപോലെ ഹോബീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. ഇപ്പോൾ വായനയാണ് ഹോബി എന്ന് പറഞ്ഞാൽ വായനയായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന പുസ്തകങ്ങളെ കാര്യങ്ങളൊക്കെ പറയണം. ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുക. അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയുക. ഇൻ്റർവ്യൂവിന് അറിയാത്ത കാര്യം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മാർക്കൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല. മൊത്തം പേഴ്സണാലിറ്റിയും നിങ്ങളുടെ പെർഫോമൻസാണ് നോക്കുക. അതുകൊണ്ട് നിങ്ങൾ നന്നായി പ്ലസൻ്റായി കുട്ടികളെ ഡീൽ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. കുട്ടികളെ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവിങ് ലെവൽ വേണം. നിങ്ങളെപ്പോഴും പ്ലസൻ്റ് ആയിരിക്കണം. ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം പറയുന്ന, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി നോക്കുന്ന, ടോളറൻസ്, ഏറ്റവും കൂടുതൽ ടോളറൻസ് ഉള്ള, ക്ഷമയുള്ള ഒരു അധ്യാപകനാണ് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. പിന്നെ പോളിസിയായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം, എഡ്യൂക്കേഷൻ പോളിസിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സബ്ജക്ട്സ് കൺസേൺഡ്. ഇപ്പോൾ യു പി സ്കൂൾ ക്ലാസ്സിലാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. യു പിയിൽ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിക്ക് വേറെ സാറുണ്ടാവും, രണ്ടാം ഭാഷയ്ക്ക് വേറെ സാറുണ്ടാവും. ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ പരിസ്ഥിതി പഠനം, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ, മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം, ഇതൊക്കെ നിങ്ങൾ സയൻസും സോഷ്യൽ സയൻസും ഗണിതശാസ്ത്രവും ഇംഗ്ലീഷും മലയാളവും, ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ നിയുക്തരായവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും, സാമൂഹ്യപാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും, സയൻസുമായി ചോദ്യങ്ങളുണ്ടാവും, അതോടൊപ്പം തന്നെ ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ഒരു ആർജവം, ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഏകദേശം പാഠഭാഗങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കണം. വിദ്യാഭ്യാസത്തിലുണ്ടായ പോളിസികൾ, പൊതുവിദ്യാഭ്യാസം നേടുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുതലായ ChatGPT ഒക്കെ വല്ലാതെ കടന്നു കയറുകയാണ്. കുട്ടികളിലാണെങ്കിൽ ഒരുപാട് അനാശാസ പ്രവർത്തനങ്ങൾ കൂടുന്നു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനപരമായ കുട്ടികൾ ഇൻഡിസിപ്ലിൻ, അച്ചടക്കമില്ലായ്മ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നമ്മൾ ഉദ്യോഗാർത്ഥി മനസ്സിലാക്കണം. ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്ന പല കുട്ടികളും ബ്രോക്കൺ ഫാമിലീസിന് വരുന്ന കുട്ടികളുണ്ടാവും. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും താഴേക്കിടയിലെ വിദ്യാർത്ഥികളെയാണ്. ഓർമ്മിക്കണത്, കേരളത്തിലെ ഇടനാട്ടിലെയും തീരപ്രദേശങ്ങളിലെയും അങ്ങേയറ്റം സാമൂഹികമായ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളാണ് സർക്കാർ സ്കൂളിൽ വരുന്നത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുന്നത്. അത്തരം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ക്ഷമയോടുകൂടി, സ്നേഹത്തോടുകൂടി അവരെ പഠിപ്പിക്കണം. അപ്പോൾ സ്നേഹത്തിൻ്റെ അടിത്തറയിലാണ് ക്ലാസ്, ജനാധിപത്യ അടിത്തറയിലാണ് ക്ലാസ്. അപ്പോൾ നിങ്ങളോട് വിയോജിക്കാനും യോജിക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കൃത്യമായി ഉത്തരം പറയാൻ കഴിയണം. അതായത് ഇവിടെ നോക്കുന്നത് അത് തന്നെയാണ്. ഒരു ഇൻ്റർവ്യൂ ബോർഡ് നോക്കുന്നതാണ്, ഇയാളൊരു ഡെമോക്രാറ്റിക് ആണോ, ഇയാൾ കർക്കശ സ്വഭാവമുള്ള ആളാണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഇയാൾ വളരെ ജനാധിപത്യ സ്വഭാവമുള്ള, അങ്ങേയറ്റം സഹനമുള്ള, ടോളറൻസ് ഉള്ള, അങ്ങേയറ്റം മൈത്രി ബോധമുള്ള ഒരു അധ്യാപകനായിരിക്കണം, കരുണയുള്ള അധ്യാപകനായിരിക്കണം. പിന്നെ ചോദിക്കുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റാണ്. ഇപ്പോൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഹോമോജനസ് ഗ്രൂപ്പ് അല്ല, വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ വരുന്ന, വ്യത്യസ്ത നിലവാരമുള്ള കുട്ടികളായിരിക്കും. ചിലപ്പോൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും, കുറച്ച് പരിമിതമായ ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും, കുറച്ച് ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിന് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇതാണ് ചോദ്യങ്ങൾ വരിക പലപ്പോഴും. ഈ കഴിഞ്ഞ LP സ്കൂൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങൾ അതൊക്കെയാണ്. ഒരു ക്ലാസ്സിൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുണ്ട്, വളരെ മോശമായ കുട്ടികളുണ്ട്. ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയോട് ചോദിച്ചാണ്,
കണക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്, കണക്ക് തീരെ അറിയാത്ത കുട്ടികളുണ്ട്, പേടിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക? അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു കൃത്യമായ നമ്മൾ ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്തണം. ആലോചിച്ച് ഉത്തരം കണ്ടെത്തണം. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയത് നിങ്ങൾ TTC കഴിഞ്ഞ ആളുകളാണ്, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചും അറിയുന്ന ആളുകളാണ്, ഒരു വലിയ കോമ്പറ്റീവ് എക്സാമിനേഷൻ എഴുതി പാസ്സായി വന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എന്താണ്, വളരെ സന്തോഷകരമായി പറയാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു കാഴ്ചപ്പാട് വേണം. ഞങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഉണ്ടാവും. പിന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, പിന്നെ പ്രോബ്ലം സോൾവിങ് ആണ്. നിങ്ങൾക്കറിയാം, ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്രൈസിസാണ്. സ്കൂളൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട് സ്കൂൾ ക്ലാസ് റൂം. ടീച്ചർ സൊസൈറ്റിയുടെ ഭാഗമാണ്, സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും സ്കൂളിലുണ്ടാവും. അപ്പോൾ ഈ പ്രതിസന്ധികളിൽ കുട്ടികളുണ്ട്. കാരണം കുട്ടികൾ ഇളം പ്രായമുള്ള കുട്ടികളാണ്. ഈ കുട്ടികളോട് നിങ്ങൾ എങ്ങനെ അവരെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, അവർക്ക് ലൈഫ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ജീവിത നൈപുണ്യങ്ങൾ, അതായത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനും പ്രോബ്ലം സോൾവിങ് ലെവലിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഒരു ഇൻ്റർവ്യൂവിനുണ്ടാകുന്ന ജനറലായി പൊതുവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. റൈറ്റ്? ഇനി നോക്കങ്ങൾ. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇംഗ്ലീഷാണ്. അതായത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു സബ്ജക്ട്സ് കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. UP സ്കൂൾ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. സെക്കൻഡ് ലാംഗ്വേജായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ഹൗ ടു ഡെവലപ്പ് സ്പീക്കിംഗ് സ്കിൽ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ്. അതായത് ഭാഷ പഠിപ്പിക്കുമ്പോൾ ലിസണിങ് സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല്, റീഡിങ് സ്കിൽ ആൻഡ് റൈറ്റിംഗ് സ്കില്ലുണ്ട്. ഈ 4 സ്കില്ലുണ്ട്. ഈ സ്പീക്കിംഗ് സ്കിൽ എങ്ങനെയാണ് പ്രൈമറി സ്കൂൾ കുട്ടികളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെ സ്ട്രാറ്റജികളാണ്? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു. കഴിഞ്ഞ മലപ്പുറം ജില്ലാ PSCയിൽ ഒരു കുട്ടിയോട് ചോദിച്ചു, UP സ്കൂൾ ടീച്ചറോടാണ് ചോദിച്ചത്. എന്താണെന്ന് പറഞ്ഞാൽ ഹൗ ടു ഡെവലപ്പ് ദ സ്പീക്കിംഗ് സ്കിൽ ഓഫ് ലോവർ പ്രൈമറി സ്റ്റുഡൻസ്. ലോവർ പ്രൈമറി സ്റ്റുഡൻസിൻ്റെ സ്പീക്കിംഗ് സ്കില്ല് എങ്ങനെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക? നിങ്ങൾക്കറിയാം, ലാംഗ്വേജ് ഈസ് അക്വയേർഡ്. ലാംഗ്വേജ് അക്വിസിഷനാണ്, ലാംഗ്വേജ് പഠിപ്പിക്കുകയല്ല. ലാംഗ്വേജ് ഈസ് അക്വയേർഡ്. അക്വിസിഷൻ വേണമെങ്കിൽ എന്ത് വേണം? എക്സ്പോഷർ വേണം. അതായത് ക്ലാസ് റൂമിൽ കുട്ടി ഇംഗ്ലീഷ് കേൾക്കണം. നിങ്ങൾക്കറിയാം, നോം ചോംസ്കി പറയുന്നുണ്ട്, ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഹെർക്കൂരിയൻ ടാസ്ക്. എല്ലാ കുട്ടികളിലും ഇൻബോൺ ആയിട്ട് അതായത് എല്ലാ കുട്ടികളിലും ഭാഷ പഠിക്കാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്നു. അപ്പോൾ ജന്മസിദ്ധമായി ലഭിച്ച കഴിവുണ്ട് കുട്ടിക്ക് ഭാഷ പഠിക്കാൻ. ഏത് ഭാഷയെ അക്വയർ ചെയ്യാനുള്ള ശേഷിയുണ്ട്. LAD എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് കുട്ടിയിലുണ്ടത്. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? ഹൗ ടു ഡെവലപ്പ്. നിങ്ങൾ എങ്ങനെയാണ് സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക? അപ്പോൾ ഓർമ്മിക്കണം എന്താണ്, ഞാൻ ക്ലാസ്സുകളിൽ സിമ്പിൾ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ ചോദിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഐ ഷാൽ ആസ്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് മേക്ക് ദം ആൻസർ. അവരെ ഞാൻ ഉത്തരം പറയാൻ പ്രേരിപ്പിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കും. ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ വിൽ മേക്ക് ദം സ്പീക്ക് ഇൻ ദ ക്ലാസ്. കേട്ടോ, അവരെ കൊണ്ട് പറയിപ്പിക്കും ഞാൻ. ഐ വിൽ നെവർ കറക്റ്റ് ദം അറ്റ് എനി ലെവൽ. ഞാൻ അവരെ ഒരു സ്ഥലത്തും കറക്റ്റ് ചെയ്യില്ല. കേട്ടോ, വാട്ട് ഡു ഈറ്റ് ടുഡേ എന്ന് ചോദിച്ചാൽ കുട്ടി പറയും പിട്ട് എന്ന് പറഞ്ഞാൽ ഐ ആക്സെപ്റ്റ് ഇറ്റ്. വെരി ഗുഡ്. ഇങ്ങനെ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് പറയിപ്പിക്കും. ഐ വിൽ ടീച്ച് ദം നെയിംസ് ഓഫ് സം. ഞാൻ ചില പേരുകൾ പറഞ്ഞു കൊടുക്കും. എൻ്റെ കുട്ടി ഞാൻ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ക്രമേണ ഇങ്ങനെ എല്ലാ ദിവസവും ഐ ഫോഴ്സ് ദം, ഐ കമ്പൽ ദം ടു സ്പീക്ക് ഇൻ ദ ക്ലാസ്. കുറച്ച് സമയം ഞാൻ എന്ത് ചെയ്യും? ക്ലാസ് റൂമിൽ ഇംഗ്ലീഷ് സംസാരിക്കും. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. ലെറ്റ് ദം സ്പീക്ക്. ഓരോ കുട്ടിയും ഞാൻ വിളിച്ച് സംസാരിപ്പിക്കും.
ഓരോ കുട്ടിയോടും ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് റൂമിൽ കുട്ടികളെ പഠിപ്പിക്കും. ഇത് അപ്പോൾ ചോദിക്കും, നിങ്ങൾ ചോദിച്ചോ, കുട്ടിയോട് ചോദിച്ചു, ഡു യു കറക്റ്റ് ദം? ഐ ഡോണ്ട് കറക്റ്റ് ദം. ഞാൻ ഓരോ സമയത്തിലും ഞാൻ ആ കുട്ടിയെ കറക്റ്റ് ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്യും, അവർ ലെറ്റ് ദം സ്പീക്ക്, അവരെ സംസാരിപ്പിക്കും. ഞാൻ ഇങ്ങനെ ഉത്തരം പഠിപ്പിക്കും. അപ്പോൾ ഇത് നിങ്ങൾ പറയുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് മനസ്സിലാവും ഇയാളൊരു കോമ്പീറ്റൻറ്റ് ടീച്ചറാണ്. ഹീ നോസ് ഹൗ ടു ടീച്ച്, കമ്മ്യൂണിക്കേറ്റ്, ഹീ നോസ് ഹൗ ടു ടീച്ച് ചിൽഡ്രൻ, ഹൗ ടു ഡെവലപ്പ് ദ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ മനസ്സിലാവും കമ്മ്യൂണിക്കേഷൻ എന്താണ്. ഭാഷയുടെ പ്രൈമറി ഫങ്ഷൻ കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേറ്റീവ്ലി കോമ്പറ്റൻ്റ് ആക്കണം ടു മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ദി സെഞ്ച്വറി. കണ്ടോ, ഈ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ചലഞ്ചസിനെ അഭിമുഖീകരിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം, കമ്മ്യൂണിക്കേറ്റീവ്ലി കോമ്പറ്റൻ്റ് ആവണം. അപ്പോൾ കമ്മ്യൂണിക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഞാൻ ടെക്സ്റ്റ് ബുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ലെറ്റ് ദം സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ ക്ലാസ് റൂമിൽ ഞാൻ അധിക സമയവും എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ചാൻസ് കൊടുക്കും. ഇങ്ങനെയാണ് പഠിപ്പിക്കുക. വേറെ ക്വസ്റ്റ്യൻ വെച്ചു, വാട്ട് ആർ ദ മെത്തേഡ്സ് ഡു യു അഡാപ്റ്റ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും? റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് കുട്ടികൾ ഇംഗ്ലീഷാണ്, ഫോറിൻ ലാംഗ്വേജ് ആണ്, നമ്മൾ എഴുത്ത് ഡെവലപ്പ് ചെയ്യണം. അതിന് സിമ്പിൾ സെൻറ്റൻസ് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കും. ഞാൻ മെക്കാനിക്സ് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. അതായത് കുട്ടി പങ്ക്ച്വേഷൻ, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ അതൊക്കെ വെച്ചുകൊണ്ട് കുട്ടിയെ ഞാൻ എഴുതിപ്പിക്കും. ഒരു പ്രത്യേക സമയത്തിൽ കുട്ടികളെ ഞാൻ ക്ലാസ് റൂം എനിക്ക് 40 മിനിറ്റ്സാണ് കിട്ടുന്നതെങ്കിൽ ഞാനൊരു 10 മിനിറ്റ്സ് ഈസ് അലോട്ടഡ് ഫോർ സ്പീക്കിംഗ് സ്കിൽ, 10 മിനിറ്റ്സ് എന്ത് ചെയ്യും, ഈസ് അലോട്ടഡ് ഫോർ മേക്ക് ദം റൈറ്റ് സംതിങ് ഇൻ ഇംഗ്ലീഷ്. അവരെ കൊണ്ട് എഴുതിപ്പിക്കും, ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഞാൻ ഇംഗ്ലീഷ് കുട്ടിയെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ സമയം കിട്ടിയില്ല എന്താ ചെയ്യാമെന്ന് പറയും. ഐ ഷാൽ മേക്ക് യൂസ് എക്സ്ട്രാ ടൈം. ഞാൻ എക്സ്ട്രാ ടൈം കണ്ടെത്തി ഞാൻ അത് ഈ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും, അവരെ പോരായ്മകൾ എന്തൊക്കെയാണ്. കാരണം അവരെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അവരെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എക്സ്ട്രാ ടൈം എടുത്തിട്ട് ഐ ഷാൽ ടേക്ക് പെയിൻസ്, ഞാൻ പ്രത്യേക ശ്രദ്ധ എടുത്തിട്ട് അവരെ ഞാൻ പഠിപ്പിക്കും. അപ്പം ഇങ്ങനെ നിങ്ങളെ ഇൻവോൾവ്മെൻറ്റിൽ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡിന് മനസ്സിലാവും ഈസ് എ ഗോയിങ് ടു ബി എ കോമ്പീറ്റൻറ്റ് ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഇൻ്റർവ്യൂ തരും. അപ്പോൾ ഓർമ്മിക്കണം, 10 മുതൽ, അതായത് 14 ഇൻ്റർവ്യൂവിൽ 14 മാർക്കാണ് മാക്സിമം കിട്ടുക. നിങ്ങൾക്കറിയാം, 1 മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ വളരെ പിറകിലായി പോകും. അതായത് നിങ്ങൾക്കറിയാം, ഒരു സെക്കൻഡിൻ്റെ വില അറിയുന്നത് ഒരു 100 മീറ്റർ ഓട്ടത്തിൽ മത്സരിക്കുന്ന ആൾക്കാണ്. അതുപോലെ 1 മാർക്കിൻ്റെ വില അറിയുന്നത് റാങ്ക് ലിസ്റ്റിൽ പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ്. ചിലപ്പോൾ അത് 1 മാർക്കിൻ്റെ കുറവ് കൊണ്ട് 6 മാസം കഴിയും അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പേടിക്കണ്ട. പക്ഷേ എന്ത് സാധനവും എന്ത് കാര്യവും നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ടേക്ക് ഇറ്റ് സീരിയസ്. ഇപ്പം മാർക്ക് ട്വെയിൻ എന്ന അമേരിക്കൻ എഴുത്തുകാരനുണ്ട്. ലോകപ്രശസ്തനായ എഴുത്തുകാരനാണ് മാർക്ക് ട്വെയിൻ. അക്കൽബറി ഫിന്നും അഡ്ജൻസ് ഡോംസർ എഴുതിയ ആൾ, കുട്ടികൾക്ക് വേണ്ടി എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞെന്താ പറഞ്ഞാൽ, നമുക്ക് എന്ത് കാര്യവും നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ അത് വളരെ ഗൗരവമായി കാണണമെന്നാണ്. നമ്മളൊരു കാര്യം ഇൻ്റർവ്യൂ നമ്മൾ ഗൗരവത്തിലെടുക്കണം കേട്ടോ. അത് വളരെ ഗൗരവപൂർവ്വം എടുക്കണം. ഈസിയാണ് സംഗതി, പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഗൗരവപൂർവ്വത്തിൽ എടുത്തിട്ട് മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങണം. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ സാധാരണ പങ്കെടുത്തു കഴിഞ്ഞാൽ 8 മുതൽ 14 വരെ മാർക്ക് കൊടുക്കാറുണ്ട് ഇൻ്റർവ്യൂവിൽ. നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്താലും 10 മാർക്ക് 12 മാർക്ക്. അപ്പോൾ 13 മാർക്ക് നിങ്ങൾക്ക് 14 മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ മാക്സിമം മാർക്ക് വാങ്ങി ഇൻ്റർവ്യൂ നിങ്ങൾ UP സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂ നിങ്ങൾ ജയിക്കണം. അപ്പോൾ നിങ്ങളെ റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്ക് പ്ലസ് എന്താണ്, ഇൻ്റർവ്യൂ മാർക്കാണ്. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂവിൽ 20 മാർക്കിൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. അതിനുവേണ്ടി ഇനിയുള്ള നാളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം ഒരു അടുത്ത ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ LP സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂ കഴിയും എല്ലാ ജില്ലകളിലും. തുടർന്ന് തന്നെ വരുന്നത് UP സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂ ആണ്.
മിക്കവാറും അത് ജൂൺ മാസങ്ങളിൽ, മെയ് ജൂൺ മാസങ്ങളിൽ വരാൻ സാധ്യതകൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നിങ്ങൾ തയ്യാറാകണം. ഏത് കാര്യവും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് മുന്നൊരുക്കത്തോട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ കഴിയും. അങ്ങനെ മാക്സിമം മാർക്ക് ഇൻ്റർവ്യൂവിൽ നിന്ന് നേടാൻ കഴിയണം. അതായത് അതിനു വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം LP സ്കൂൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇനി UPSC ഇൻ്റർവ്യൂവിന് നിങ്ങളെല്ലാം സജ്ജരാക്കുക. അതിനുവേണ്ടി പ്രൊഫ്സ്കെയിൽ ലേണിംഗ് ആപ്പ് പ്രത്യേക ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് എങ്ങനെ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കാം, ഇംഗ്ലീഷ് എങ്ങനെ പഠിപ്പിക്കാം, മാത്തമാറ്റിക്സ് വരുന്ന ചോദ്യങ്ങൾ, പിന്നെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇത്തരം വിശദമായ ക്ലാസ്സുകൾ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ ഇവിടെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഏണിംഗ് ആപ്പിലെ താഴെ കൊടുത്തിട്ട് നമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടുക. ഈ ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് വാങ്ങി ജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.